ഓം ശ്രീ ഗുരുഭ്യോ നമ. SMECT KP അസ്ട്രോ സെൻറ്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം സൂര്യരാശി ഫലമാണ്. ജൂൺ 15-ാം തീയതി മുതൽ ജൂലൈ 16-ാം തീയതി വരെയുള്ള മലയാള മാസം മിഥുനം ആരംഭം. ഈ കാലഘട്ടം സൂര്യൻ മിഥുനത്തിൽ സഞ്ചരിക്കുന്ന സമയക്കാലം മറ്റ് ഗ്രഹങ്ങളുടെ ഗ്രഹസ്ഥിതി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 12 രാശികളിലുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ ഫലം ആണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ജ്യോതിഷപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനും SMECT KP അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ കൺസൾട്ടേഷൻ ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം മേടൻ രാശിയിലുള്ള അശ്വതി, ഭരണി, കാർത്തികയുടെ 1-ാം പാദം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ മേടലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഉത്സാഹത്തോടെ പല കാര്യങ്ങളുമൊക്കെ ചെയ്തു തീർക്കാൻ സാധിക്കുന്ന ഒരു മാസം തന്നെയാണ്. വരുമാനമൊക്കെ വർദ്ധിക്കും. പരീക്ഷയിൽ മികച്ച വിജയം നേടാനൊക്കെ സാധിക്കും. മാധ്യമരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച സമയമാണിത്. പിന്നെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കും. ദീർഘദൂര യാത്രകൾക്ക് ഉള്ള യോഗം കൂടി കാണുന്നുണ്ട്. മികച്ച പ്രവർത്തനത്തിനുള്ള അംഗീകാരങ്ങളുമൊക്കെ ലഭിക്കാൻ ഈ മാസം ഇടയുണ്ട്. അടുത്തത് ഇടവം രാശിയിലുള്ള കാർത്തിക 2, 3, 4 പാദം, രോഹിണി, മകീരത്തിൻ്റെ 1, 2 പാദം. ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ ഇടവലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഈ മാസം ഇഷ്ടപ്പെട്ട ഭൂമി സ്വന്തമാക്കാനൊക്കെ സാധിക്കും. കൃഷിയിൽ നിന്നുള്ള ആദായമൊക്കെ വർദ്ധിക്കും. പിന്നെ സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങൾ സമ്പാദിക്കാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട്. നിയമപ്രശ്നങ്ങൾ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. കായിക മത്സരങ്ങളിലൊക്കെ ഉന്നത വിജയം നേടാനും സാധിക്കുന്നൊരു സമയം കൂടിയാണ്. പങ്കാളിയെ കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് അനുസൃതമായ വരുമാനമൊക്കെ ലഭിക്കും. പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തുവാനൊക്കെ ശ്രമിക്കുക. മിഥുനം രാശിയിൽ വരുന്ന മകീരം 3, 4 പാദം, തിരുവാതിര, പുണർത്തത്തിൻ്റെ 1, 2, 3 പാദം. ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തന്നെ മിഥുന ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും വരുമാനത്തിൽ വർധനവ് ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായൊരു സമയമാണിത്. അന്യനാട്ടിലേക്ക് സ്ഥലം മാറ്റം ലഭിക്കാനൊക്കെ ഇടയുണ്ട്. കൃഷിയിൽ നഷ്ടം വരാൻ സാധ്യത കാണുന്നു. നിയമപ്രശ്നങ്ങളിൽ തീരുമാനങ്ങൾ നീണ്ടുപോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. പൊതുവെ ഈശ്വരാനുഗ്രഹമുള്ള സമയക്കാലമായതിനാൽ കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. മക്കളിൽ നിന്ന് സന്തോഷകരമായ വാർത്ത കേൾക്കാനൊക്കെ കഴിയും. ആരോഗ്യം തൃപ്തികരമാണ്. കർക്കിടകം രാശിയിൽ വരുന്ന പുണർദം 4-ാം പാദം, പൂയം, ആയില്യം എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പുതിയ ചുമതലകൾ ഏറ്റെടുക്കുകയും സൈനിക രംഗത്തൊക്കെ ഉള്ളവർക്ക് മികച്ച കാലമാണിത്. വിവാഹം പോലുള്ള മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും. കലാരംഗത്ത് ശോഭിക്കാനുള്ള അവസരങ്ങൾ വന്നു ചേരും. വരുമാനം വർദ്ധിക്കും. ഉല്ലാസയാത്രകൾക്കും സാധ്യത ഏറെ കാണുന്നുണ്ട്. പഠനകാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വാക്കുതർക്കവും കലഹങ്ങളും ഉണ്ടാകാൻ സാധ്യത കാണുന്നു. ആരോഗ്യം തൃപ്തികരമായി തുടരും. ചിങ്ങം രാശിയിലുള്ള മകം, പൂരം, ഉത്രത്തിൻ്റെ 1-ാം പാദം. ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ ചിങ്ങ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പണം മുടക്കി പുതിയ ബിസിനസ്സൊക്കെ ആരംഭിക്കും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും സാധിക്കും. മക്കളുടെ പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. ചില കാര്യങ്ങൾ ഭാഗ്യം കൊണ്ടൊക്കെ നടന്നു കിട്ടും. ആഡംബരങ്ങൾക്ക് ധാരാളം പണം ചെലവഴിക്കുന്നൊരു സമയം തന്നെയാണ്. പ്രവർത്തന രംഗത്ത് കൂടുതൽ ശോഭിക്കാനുള്ള അവസരങ്ങളും
ലഭിക്കും. കുടുംബജീവിതം സന്തോഷകരമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കാർഷിക കാര്യങ്ങളോട് താല്പര്യം വർദ്ധിക്കും. അടുത്തത് കന്നിരാശിയിലുള്ള ഉത്രം 2, 3, 4 പാദം, അത്തം, ചിത്തിരയുടെ 1, 2 പാദം. ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ കന്നി ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നൊരു സമയക്കാലമാണിത്. മനസ്സമാധാനവും ഭാഗ്യവും ഈ മാസത്തിൻ്റെ പ്രത്യേകതയാണ്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന അഭിപ്രായ ഭിന്നതകളൊക്കെ പരിഹരിക്കാൻ കഴിയും. പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്ന സമയം കൂടിയാണ്. വിദേശയാത്രയ്ക്ക് അവസരമൊക്കെ ലഭിക്കും. കുടുംബസ്വത്ത് കൈവശം വന്നു ചേരാനുള്ള ഇടയും കൂടി കാണുന്നുണ്ട്. ആരോഗ്യസ്ഥിതി തൃപ്തികരമായി തുടരും. ഒറ്റയ്ക്കുള്ള രാത്രികാല യാത്രകൾ കഴിയുന്നതും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രമിക്കുക. അടുത്തത് തുലാൻ രാശിയിൽ വരുന്ന ചിത്തിര 3, 4 പാദം, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ തുലാൻ ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ പല കാര്യങ്ങൾക്കും തടസ്സം നേരിടുമെങ്കിലും പിന്നീട് കാര്യങ്ങൾ വളരെ അനുകൂലമായിട്ടൊക്കെ മാറും. പങ്കാളികൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതയോ തർക്കങ്ങളോ ഒക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സമയക്കാലമാണ്. സഹപ്രവർത്തകരിൽ നിന്ന് എതിർപ്പുകൾ നേരിടേണ്ടതായിട്ടും വരും. പ്രാർത്ഥനകളും വഴിപാടും മുടങ്ങാതെ ഓർക്കുക. സാമ്പത്തിക നില തൃപ്തികരമായി തുടരും. വാദസംബന്ധമായ രോഗങ്ങൾ ശല്യം ചെയ്യും. വൃശ്ചികൻ രാശിയിൽ വരുന്ന വിശാഖം 4 പാദം, അനിഴം, തൃക്കേട്ട എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ വൃശ്ചിക ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും മാസത്തിൻ്റെ തുടക്കം കൂടുതൽ ഗുണകരമായിരിക്കും. എങ്കിലും പിന്നീട് പല കാര്യങ്ങൾക്കും തടസ്സം നേരിടാം. പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ കഴിയും. പങ്കാളിയെക്കൊണ്ട് ചില നേട്ടങ്ങളും ഉണ്ടാകും. ഭാഗ്യമുള്ള സമയമായി അനുഭവപ്പെടും. വരുമാനത്തിൽ വർധനവുണ്ടാകും. കുടുംബജീവിതം സന്തോഷം നിറഞ്ഞതായി മാറും. ആഭരണ സമ്പാദ്യ പദ്ധതികളിൽ ചേരാനുള്ള ഇടയുണ്ട്. കൃഷിയിൽ നിന്നുള്ള ആദായമൊക്കെ വർദ്ധിക്കും. ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1 പാദം. ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും പിന്നെ ധനു ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള മാസമാണ്. ജലദോഷം, പനി മുതലായ ചെറിയ അസുഖങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയേറെ കാണുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സമാധാനം കുറയാനും സാധ്യത കാണുന്നു. കുടുംബത്തിൽ വാക്കുതർക്കം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എതിരാളികളെ കരുതിയിരിക്കുക. മാസത്തിൻ്റെ 2ാം പകുതി മികച്ചതായിരിക്കും. സ്വർണ്ണ ആഭരണങ്ങൾ സ്വന്തമാക്കാനൊക്കെ കഴിയും. പ്രാർത്ഥനകളും വഴിപാടുകളും എപ്പോഴും നടത്താൻ ശ്രദ്ധിക്കണം. കുടുംബ ചിലവുകൾ വർദ്ധിക്കും. ദീർഘദൂര യാത്രകൾ ആവശ്യമായി വരും. മകരം രാശിയിലുള്ള ഉത്രാടം 2, 3, 4 പാദം, തിരുവോണം, അവിട്ടത്തിൻ്റെ 1, 2 പാദം. ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും അതേപോലെ മകര ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും പൊതുവെ ദൈവാധീനമുള്ള സമയമായതിനാൽ വലിയ ദോഷങ്ങളൊന്നും വരുന്നതല്ല. ബന്ധുക്കളുടെ സഹായമൊക്കെ ലഭിക്കും. കുടുംബജീവിതം സന്തോഷകരമായി തുടരും. പ്രണയിതാക്കളുടെ വിവാഹം ബന്ധുക്കളുടെ ആശീർവാദത്തോടു കൂടിയൊക്കെ തീരുമാനിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും. ചിലർക്ക് സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും ലഭിക്കാനും ഇടയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ മികച്ച വിജയം നേടാനാകും. കുംഭക്കൂറിൽ വരുന്ന അവിട്ടം 3, 4 പാദം, ചതയം, പൂരോരുട്ടാതിയുടെ 1, 2, 3 പാദം. ഈ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും കുംഭലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും ഒക്കെ നിലനിൽക്കും. നേരത്തെ തീരുമാനിച്ചിരുന്ന യാത്രകൾ നടത്താനൊക്കെ കഴിയും. ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാനിടയുണ്ട്. അതേപോലെ ശമ്പള വർധനവും പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകും. നിയമപ്രശ്നങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും. കാർഷിക കാര്യങ്ങൾക്കായി കൂടുതൽ പണം മുടക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്യും. ചിലർക്ക് പഴയ വാഹനമൊക്കെ മാറ്റി പുതിയ വാഹനം സ്വന്തമാക്കാനും സാധിക്കും. ആരോഗ്യനില വളരെ തൃപ്തികരം തന്നെയാണ്. മീനക്കൂറിൽ വരുന്ന പൂരോരുട്ടാതി 4 പാദം, ഉത്രട്ടാതി, രേവതി എന്നീ 3 നക്ഷത്രങ്ങളിൽ ജനിച്ചിട്ടുള്ളവർക്കും മീന ലഗ്നത്തിൽ ജനിച്ചിട്ടുള്ളവർക്കും തുടക്കത്തേക്കാൾ മികച്ചതായിരിക്കും മാസത്തിൻ്റെ
രണ്ടാം പകുതി. ഉല്ലാസയാത്രയിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കും. സഹപ്രവർത്തകരുടെ പിന്തുണ എപ്പോഴും ഉണ്ടാകും. പണമിടപാടുകളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ അലസരാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കോടതി കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നൊരു സമയം തന്നെയാണ്. ജോലി മാറാൻ ഉദ്ദേശിക്കുന്നവർക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കാനൊക്കെ സമയം വളരെ അനുകൂലം തന്നെയാണ്. സഹോദരങ്ങളുടെ സഹായമൊക്കെ ലഭിക്കും. ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ഫലങ്ങൾ മാത്രമാണ്. അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ഫലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.